സാംസ്കാരിക സമ്മേളനം നടത്തി. പഴയന്നൂർ ഭഗവതി ക്ഷേത്രം ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലത്ത് നിർവഹിച്ചു. ഉപദേശക സമിതി പ്രസിഡന്റ് കെ.പി. ശ്രീജയൻ, സെക്രട്ടറി പി.എം. ജയറാം, ദേവസ്വം ഓഫീസർ ദിനേശൻ, ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് നന്ദകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പൊൻപ്രഭ പുരസ്കാരം നേടിയ ജയൻ പൊതുവാളിനെയും വനിതാ ജയിൽ സൂപ്രണ്ടായി വിരമിച്ച പഴയന്നൂർ സ്വദേശി ശ്യാമളാംബികയെയും ചടങ്ങിൽ ആദരിച്ചു. പിന്നെ നമ്മുടെ ശ്യാമളാംബികയാണ്. അവരെയും ഈ പഴയന്നൂർക്കാരിയായ ശ്യാമളയെ ഞാൻ കൂടുതൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ, ഈ ഉപദേശക സമിതി വന്നതിന് ശേഷം ആദ്യമായി നവരാത്രിയാണ് ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ആദ്യത്തെ ഒരു ഉത്സവം. ആ ക്ഷേത്രോത്സവം നവരാത്രി തന്നെ വളരെ നല്ല രീതിയിലും ഇവിടുത്തെ ജനങ്ങൾക്ക്, നമ്മുടെ ഇവിടുത്തെ നാട്ടിലുള്ള കുട്ടികൾക്ക് അവരുടെ കലകൾക്ക് കൂടുതൽ ഇവിടെ അരങ്ങേറ്റങ്ങൾ കുറിക്കുന്നതിനും മറ്റും വേണ്ടി നമ്മൾ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. പിന്നീട് ഈ സമിതിയുടെ മുൻപിൽ വന്നത് നിറമാലയായിരുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ, ഭക്തജനങ്ങളുടെ സഹായത്തോടുകൂടി നിറമാല വളരെ ഗംഭീരമായി തന്നെ നടത്താൻ സമിതിക്ക് കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഉത്സവമാണ് നമുക്ക് വന്നത്. ദേവസ്വം ബോർഡ് നമ്മുടെ ഈ സമിതിയെ ഇവിടെ നിശ്ചയിച്ച് തന്നതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ പുരോഗതിയും നമ്മുടെ ഇവിടുത്തെ ഭക്തജനങ്ങളുടെ സഹായത്തോടു കൂടിയും ദേവസ്വം ബോർഡിൻ്റെ സഹായത്തോടു കൂടിയും ഈ ക്ഷേത്രത്തിനെ വളരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ സമിതിയുടെ മുൻകൈ എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ സമിതി നിശ്ചയദാർഢ്യത്തോടു കൂടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം. നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ തീർത്ഥക്കുളത്തിൽ കുറച്ച് പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. അതിനെ പുതുക്കി പണിയണം. അമ്പലത്തിനോടനുബന്ധിച്ച് പുനരുദ്ധാരണ കമ്മിറ്റി ചെയ്തു തീർത്തതിന് ശേഷം ഉള്ള കുറച്ച് ബാക്കി പ്രവൃത്തികളുണ്ട്. അതൊക്കെ നമ്മുടെ ജനങ്ങളുടെ സഹായത്തോടെ, ബോർഡിൻ്റെയും സർക്കാരിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഈ സമിതി അത് ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സന്നദ്ധമായി ഇറങ്ങിയിട്ടുള്ളത്. ഇല്ല, കാറ്റ് അത് ഇവിടുന്നുള്ള കാറ്റാണ്, പുറമേ നിന്നുള്ള കാറ്റാണ്. അത് നന്നായില്ലെങ്കിൽ അത് കൃത്യം പറഞ്ഞു. സായം സന്ധ്യ ഒരുപക്ഷെ പഴയന്നൂരിൻ നിവാസികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്, ഏറെ സന്തോഷമുള്ളതാണ്. കഴിഞ്ഞ മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്നത് പോലെ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന ഈ വേളയിലാണ് നമുക്ക് ഇവിടുത്തെ കൊടിയേറ്റം നടന്ന് ഉത്സവം സമാപിക്കുന്നത്. ഉത്സവം തുടങ്ങിയിട്ട് നാളെ ആറാട്ടോടുകൂടി അവസാനിക്കുകയാണ്. ഇന്ന് വളരെ മനോഹരമായ കലാപരിപാടികളാണ് ഈ വേദിയിൽ ഇനി നടക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച 2 വ്യക്തികൾക്ക് നിങ്ങൾ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് പുരസ്കാരം നൽകുകയുമാണ്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, പഴയന്നൂർ എന്ന നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട തട്ടകം, ഗായത്രി പുഴയുടെയൊക്കെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഈ പ്രദേശത്തെ, ഈ ക്ഷേത്രത്തെ കൊച്ചിൻ ദേവസ്വം ബോർഡ് അഥവാ സംസ്ഥാന ഗവൺമെന്റ് എങ്ങനെ കാണുന്നു എന്നതിൻ്റെ സൂചന പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം. ടൂറിസം മേപ്പിൽ അഥവാ നമ്മുടെ വിനോദ സഞ്ചാര വകുപ്പിന്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുകയാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട ക്ഷേത്രം. ടൂറിസം സർക്യൂട്ട് അറ്റ് ചേലക്കര തൃശൂർ എന്ന ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും വലിയ പദ്ധതി. ഈ ക്ഷേത്രങ്ങൾ നമുക്കറിയാവുന്നതുപോലെ തിരുവില്ലാമല ക്ഷേത്രം, വാഴാലിക്കാവ് ക്ഷേത്രം, ഇതൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ടൂറിസം, പിൽഗ്രിം ടൂറിസത്തിന്റെ ഭാഗമായി
ഇവിടെ നിങ്ങൾക്ക് ടൂറിസം സർക്യൂട്ട് അറ്റ് ചേലക്കര എന്ന പദ്ധതിയുടെ ഭാഗമായി ഈ ക്ഷേത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിനെ 2023-24 ബഡ്ജറ്റിൽ തുക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരംഭഘട്ടത്തിൽ എന്ന നിലയ്ക്ക് നമ്മുടെ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിന്റെ 2 വശങ്ങളും ടൈൽ ചെയ്ത് മനോഹരമാക്കും. ഇവിടെ വരുന്നവർക്ക് ആവശ്യമായ ശുദ്ധജല വിതരണത്തിലുള്ള സംവിധാനങ്ങൾ, അങ്ങനെ ആവശ്യമായ മുഴുവൻ പദ്ധതികളും വിഭാവനം ചെയ്തുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ അതിന്റെ ടെൻഡർ ആരംഭിക്കാൻ പോവുകയാണ്.